നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ വേരിയസ് പ്രിസ്ക്രിപ്റ്റീവ് മോഡൽസ് ആണ്. പ്രിസ്ക്രിപ്റ്റീവ് മോഡൽസ് ഫോർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ SDLC കണ്ടു അല്ലേ. SDLC പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ അല്ലേ. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പം അതിലുണ്ടാവുന്ന ഓരോ ഫേസസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ, നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് ഡെവലപ്പ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഈ പ്രിസ്ക്രിപ്റ്റീവ് മോഡൽസിൽ പറയുന്നത്. വി ഹാവ് ഡിഫറെൻറ്റ് മോഡൽസ് ഫോർ ഡെവലപ്പിംഗ് എ സോഫ്റ്റ്വെയർ ആൻഡ് നമ്മൾ അതിൽ ഏത് മോഡൽ ചൂസ് ചെയ്യണം എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ദി സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ നേച്ചർ എങ്ങനെയാണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും എന്ത് ടൈപ്പ് ഓഫ് മോഡൽ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, നോക്കാം. പ്രിസ്ക്രിപ്റ്റീവ് പ്രോസസ് മോഡൽസ് അഡ്വക്കേറ്റ് ആൻഡ് ഓർഡർലി അപ്രോച്ച് ടു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അപ്പോൾ അതിൽ ഈ പ്രിസ്ക്രിപ്റ്റീവ് മോഡൽസ് നമ്മൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്ന കുറേ മോഡൽസ് ഉണ്ട്, അതൊക്കെ പ്രിസ്ക്രിപ്റ്റീവ് മോഡൽസിൽ വരുന്നതാണ്. ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് മോഡൽസ് എന്ന് പറയുന്നത് ഒരു ഓർഡർലി അപ്രോച്ച്, അതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിലാണ് നമ്മളവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഒരു ഓർഡർലി അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. Okay, and this leads to if prescriptive process models strive for structure and order, are they inappropriate for software world that thrives on change? അപ്പോൾ ഇതിൽ കുറച്ച് കാര്യം ഒരു ഓർഡർലി ഫ്ലോ ആണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മളൊരു ഓർഡർലി ഫ്ലോയിലാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേഞ്ചസ് വന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ, whether we can do അല്ലെങ്കിൽ whether we can accept the changes during the software development. അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ yes, if we reject traditional process model and replace them with something less structured, do we make it possible to achieve coordination and coherence in software work? അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ വർക്ക് അല്ലെങ്കിൽ ആ വർക്കിലുള്ള കോർഡിനേഷനൊക്കെ നടത്താൻ പറ്റുമോ, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ വരണം. അപ്പോൾ നമുക്ക് അതിനൊക്കെ ആൻസറായിട്ട് നമുക്കിവിടെ കുറേ മോഡൽസ് പഠിക്കുന്നുണ്ട്. ഓരോ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റിന് ബേസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് മോഡൽസ് പഠിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്റ്റീവ് പ്രോസസ് മോഡൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദി വേരിയസ് മോഡൽസ് ദാറ്റ് വി ആർ യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് എ സോഫ്റ്റ്വെയർ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ ഓരോ മോഡൽസ് നോക്കാം. ഓക്കെ, ദ വെരി ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒരു മോഡലാണ് വാട്ടർഫോൾ മോഡൽ. ഓക്കെ, വാട്ടർഫോൾ മോഡൽ നമുക്ക് വേറൊരു പേരും കൂടി ഉണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ദ ക്ലാസിക്കൽ ലൈഫ് സൈക്കിൾ മോഡൽ. ഇതിലതൊന്നുമില്ല, ജസ്റ്റ് ഇതിൻ്റെ ഫിഗർ മാത്രമേ ഉള്ളൂ. സോ നോട്ട് ചെയ്ത് വെക്കാം. ദ വാട്ടർഫോൾ മോഡൽ ഈസ് ഓൾസോ നോൺ ആസ് ദി ക്ലാസിക്കൽ ലൈഫ് സൈക്കിൾ മോഡൽ. ഏറ്റവും പണ്ടേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരുവിധം എല്ലാ സോഫ്റ്റ്വെയർസിനും യൂസ് ചെയ്യുന്ന ഒരു ലൈഫ് സൈക്കിൾ മോഡലാണ് നമ്മുടെ വാട്ടർഫോൾ മോഡൽ. Okay, and the waterfall model, the development of software proceeds linearly and sequentially. ഇത് നമ്മളൊരു സീക്വൻഷ്യൽ മോഡലാണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ലീനിയർ മോഡലാണെന്ന് പറയാം. നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവും. 1 by 1 ആയിട്ടാണ് ഒരു ഫേസിൽ നിന്ന് അടുത്ത ഫേസിലേക്ക് പോകുന്നത് അല്ലേ. ഒരു സീക്വൻഷ്യൽ ഓർഡർ അല്ലെങ്കിൽ ഒരു ലീനിയർ ഓർഡറിലാണ് ഇത് ഓരോ ഫേസസിലായിട്ട് നമുക്ക് പോകുന്നത്. കാരണം നമ്മൾ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു, ആഫ്റ്റർ കമ്മ്യൂണിക്കേഷൻ ഗോയിങ് ടു ദ നെക്സ്റ്റ് ഫേസ്, പ്ലാനിങ് ഫേസ്. ആഫ്റ്റർ പ്ലാനിങ് ഇറ്റ് ഗോസ് ടു ദ മോഡലിംഗ് ഫേസ്, ദെൻ കൺസ്ട്രക്ഷൻ ഫേസ് ആൻഡ് ഫൈനലി ഡിപ്ലോയ്മെൻറ്റ് ഫേസ്. അപ്പോൾ അങ്ങനെ ഓരോന്നും 1 by 1 ആയിട്ടല്ലേ പോകുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി സീക്വൻഷ്യൽ മോഡൽ, അല്ലെങ്കിൽ നമുക്ക് ലീനിയർ മോഡൽ എന്നൊക്കെ പറയാം. ഓക്കെ, ദെൻ ഇതിൽ നമുക്ക് അറിയാം നിങ്ങൾക്ക് വരുന്ന വേരിയസ് ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ എന്താ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ അല്ലേ. കമ്മ്യൂണിക്കേഷനിൽ എന്താ നടക്കുന്നത്, റിക്വയർമെൻറ്റ് ഗ്യാതറിങ് അല്ലേ. അവിടെയാണ് നമ്മൾ SDLC പഠിച്ച റിക്വയർമെൻറ്റ് ഗ്യാതറിങ് ഇല്ലേ, അതന്നെ. സോ ഇൻ ദ കമ്മ്യൂണിക്കേഷൻ ഫേസ് അവിടെ എന്താ ഉണ്ടാവുന്നത്, റിക്വയർമെൻറ്റ് ഗ്യാതറിങ് എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. റിക്വയർമെൻറ്റ് പ്രോജക്റ്റ്, രണ്ട് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് കമ്മ്യൂണിക്കേഷനിൽ. പ്രോജക്റ്റ് ഇനീഷ്യേഷൻ ആൻഡ് റിക്വയർമെൻറ്റ് ഗ്യാതറിങ്. അതായത് പ്രോജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യുക, തുടങ്ങുക. അപ്പോൾ ആ തുടങ്ങുമ്പോൾ എന്താണ്, നമുക്ക് അതിന് വേണ്ട റിക്വയർമെൻറ്റ്സ് വേണം അല്ലേ.
ആ റിക്വയർമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലാണ്, ദാറ്റ് ഈസ് ദി കമ്മ്യൂണിക്കേഷൻ സ്റ്റെപ്പ്. ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് വി ഗോ ടു ദി പ്ലാനിങ് ഫേസ്. പ്ലാനിങ് ഫേസിൽ നടക്കുന്ന കാര്യങ്ങളാണ് പ്രോജക്റ്റ് എസ്റ്റിമേഷൻ, പ്രോജക്റ്റ് ഷെഡ്യൂളിംഗ് ആൻഡ് പ്രോജക്റ്റ് ട്രാക്കിംഗ്. നമ്മളിതൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് അല്ലേ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എസ്റ്റിമേഷൻസ് ഒക്കെ എടുക്കുന്നത് പ്ലാനിങ്. നമ്മൾ പ്ലാനിങ് ഫേസ് പോയാലും എല്ലാം പോയി അല്ലേ, കാരണം നമ്മളെല്ലാം എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് പ്ലാൻ വേണം. അതുപോലെ തന്നെ ഇവിടെ അത് തന്നെയാണ്, നമുക്ക് എന്താണ് പ്ലാനിങ് ഫേസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫേസാണ്. ആൻഡ് ഹിയർ വി ഡു 3 തിങ്സ്, അല്ലെങ്കിൽ അവിടെ 3 പ്രോസസ്സുകളാണ് നടക്കുന്നത്. എസ്റ്റിമേഷൻ നടക്കുന്നുണ്ട്, ഷെഡ്യൂളിങ് എങ്ങനെ എപ്പോൾ തീർക്കണം, ഫോർ എക്സാമ്പിൾ ഡിസൈൻ ഇത്ര ടൈം തീർക്കണം, അല്ലെങ്കിൽ കോഡിങ് ഇത്ര ടൈം തീർക്കണം, അങ്ങനെയുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഷെഡ്യൂളിങ് ഉണ്ടാവില്ല, അതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. ആൻഡ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നടക്കണുണ്ടോ എന്നുള്ളതൊക്കെ ട്രാക്ക് ചെയ്യും വേണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്ലാനിങ് ഫേസിൽ ഉണ്ടാവുക. അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഡെസിഷൻസൊക്കെയാണ് ഈ പ്ലാനിങ് ഫേസിൽ എടുക്കുക. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദി മോഡലിംഗ് ഫേസ്. മോഡലിംഗ് ഫേസിൽ 2 കാര്യങ്ങളാണ് നടക്കുന്നത്, അനാലിസിസ് ആൻഡ് ഡിസൈൻ. അനാലിസിസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ റിക്വയർമെൻറ്റ്സ്, നമ്മളിത് ഓൾറെഡി SDLC കാണുന്ന അതേ സാധനങ്ങൾ തന്നെയാട്ടോ എഴുതേണ്ടത്. അനാലിസിസ് ഫേസിൽ എന്താണ്, നമുക്ക് കുറേ റിക്വയർമെൻറ്റ്സ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലേ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഫേസിൽ നമ്മൾ റിക്വയർമെൻറ്റ്സ് ഗ്യാദർ ചെയ്തപ്പം അതിൽ നമുക്ക് കുറേ റിക്വയർമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അനലൈസ് ചെയ്യുക, അതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, അതിൻ്റെ പ്രയോറിറ്റി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സിനെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇവർ തന്ന യൂസേഴ്സ് തന്ന റിക്വയർമെൻറ്റ്സ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ആ റിക്വയർമെൻറ്റ്സ് യൂസറിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് അത് സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിന് കറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഇൻട്രാക്റ്റിന് അനാലിസിസ് എന്താ മീൻസ് അനാലിസിസ് നടത്തണം അല്ലേ. കുറേ റിക്വയർമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ അനാലിസിസ് ഫേസ്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ ഡിസൈൻ ഫേസ്. ഡിസൈൻ ഫേസിൽ എന്താ ഉണ്ടാകുന്നത്, നമുക്ക് വേരിയസ് ഡിസൈൻസ് ഉണ്ടാവും അല്ലേ. അതായത് നമ്മുടെ എന്തൊക്കെ ടേബിൾസ് വേണം, ഏതൊക്കെയാണ് ഫോംസ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഡിസൈൻ ഫേസിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊരു ഇൻ്റർഫേസ് ഡിസൈൻ അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻ്റർഫേസ് ഡിസൈൻ, ഡാറ്റാബേസ് ഡിസൈൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുക, ഡിസൈൻ ഫേസ് എന്ന് പറയാം. അപ്പോൾ നമ്മളെ മോഡലിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്, അനാലിസിസും വരും, ഡിസൈനും വരും. അങ്ങനെ മോഡലിംഗ് ഫേസ് കഴിഞ്ഞാൽ അടുത്ത മൂവ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്, കൺസ്ട്രക്ഷൻ ഫേസ്. കൺസ്ട്രക്ഷൻ ഫേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഡിങ് ആൻഡ് ടെസ്റ്റിംഗ്. നമ്മൾ ഡിസൈൻ ചെയ്തു, ഇനി നമുക്ക് അതിൻ്റെ ഫങ്ഷണാലിറ്റീസൊക്കെ നമുക്ക് കോഡ് ചെയ്യണം അല്ലേ. ആ കോഡിങ് നടക്കുന്നത് എവിടെയാണ്, നമ്മുടെ കൺസ്ട്രക്ഷൻ ഫേസിലായിരിക്കും നടക്കുക. ഓൾസോ ആഫ്റ്റർ കോഡിങ് വി ഹാവ് ടു ടെസ്റ്റ് ഇറ്റ് വെദർ ഇറ്റ് ഈസ് വർക്കിംഗ് പ്രോപ്പർലി, അത് കറക്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂസർ റിക്വയർമെൻറ്റ്സ് ഒക്കെ അതിൽ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വി ഹാവ് ടു ചെക്ക്. അതാണ് നമ്മൾ ഇതിൽ നടക്കുന്നത്, ടെസ്റ്റിംഗ് ഫേസിൽ നടക്കുന്നത്. സോ കോഡിങ് ആൻഡ് ടെസ്റ്റിംഗ് കംപ്രൈസസ് ദി കൺസ്ട്രക്ഷൻ ഫേസ്. ആൻഡ് ഫൈനലി ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തായാലും ടെസ്റ്റ് ചെയ്തു, പെർഫെക്റ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്. സോ വി ഹാവ് ടു ഗിവ് ഇറ്റ് ടു ദ യൂസേഴ്സ് അല്ലേ. നമ്മളത് യൂസേഴ്സിന് കൊടുക്കണം അല്ലേ. അപ്പോൾ ആ യൂസർക്ക് കൊടുക്കുന്ന ഡെലിവറി ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഡെലിവറി എന്നുള്ളത് നമ്മൾ എന്തിൽ വരുന്നതാണ്, ഡിപ്ലോയ്മെൻറ്റിൽ വരുന്നതാണ്. ഓൾസോ നമ്മൾ ഡെലിവറി ചെയ്താൽ മാത്രം പോരാ, അതിന് സപ്പോർട്ട് വേണം, അവിടുന്ന് ഫീഡ്ബാക്ക് എടുക്കണം, ഒക്കെ വേണ്ട, മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരിക, നമ്മളെ ഡിപ്ലോയ്മെൻറ്റ് ഫേസിൽ വരിക. അപ്പോൾ ഒരു വാട്ടർഫാൾ മോഡൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് നടക്കുന്നത്. ആൻഡ് ഇറ്റ് കംപ്രൈസസ് ഓഫ് 5 ഡിഫറെൻറ്റ് ഫേസസ്: കമ്മ്യൂണിക്കേഷൻ, പ്ലാനിങ്, മോഡലിംഗ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് അല്ലേ. ആൻഡ് ഇൻ ദ വാട്ടർഫാൾ മോഡൽ ഒരു ഫേസിന്ന് ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇറ്റ് മൂവ്സ് ഓൺ ടു ദി നെക്സ്റ്റ് ഫേസ് അല്ലേ. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 1 ഫേസ് ഇറ്റ് മൂവ്സ് ടു ദി നെക്സ്റ്റ് ഫേസ്. അങ്ങനെയാണ് ഇവിടെ മൂവ്മെൻറ്റ് നടക്കുന്നത്. അല്ലാണ്ട് ഒറ്റയടിക്ക് എല്ലാം കൂടി എക്സിക്യൂട്ട് ചെയ്യില്ല.
ഒരു ഫേസ് ഫുൾ കംപ്ലീറ്റ് ചെയ്താൽ, അതാണ് നമ്മൾ അത് ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ആഫ്റ്റർ കമ്മ്യൂണിക്കേഷൻ പ്ലാനിങ്ങിലേക്ക് പോയി, ആഫ്റ്റർ പ്ലാനിങ് മോഡലിങ്ങിലേക്ക് പോയി, ആഫ്റ്റർ മോഡലിംഗ് കൺസ്ട്രക്ഷൻ, ആൻഡ് ആഫ്റ്റർ കൺസ്ട്രക്ഷൻ ഗോസ് ടു ദി ഡിപ്ലോയ്മെൻറ്റ് ഫേസ്. ആ ഒരു ഓർഡറിലേ പോകുന്നത്. ആൻഡ് സോ ഇറ്റ് ഇസ് കോൾഡ് ദി സീക്വൻഷ്യൽ മോഡൽ. ആൻഡ് അതിന് പറയുന്ന വേറെ പേരുണ്ട്, ക്ലാസിക് ലൈഫ് സൈക്കിൾ മോഡൽ എന്ന് പറയും. വാട്ടർഫോൾ മോഡൽ ഇസ് ഓൾസോ കോൾഡ് ആസ് ദി ക്ലാസിക് ലൈഫ് സൈക്കിൾ മോഡൽ എന്നും പറയും. ഓക്കെ. ആൻഡ് ഇതിൽ ലീനിയർലി ഫ്ലോ ആണ്, അല്ലെങ്കിൽ സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ക്ലിയർ ആയോ? ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് പാരാഡിം കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ മോഡൽസ് ഇവിടെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് നമ്മുടെ വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം ഇതാണ് നമ്മുടെ വാട്ടർഫോൾ മോഡൽ. നെക്സ്റ്റ് നമ്മുടെ പ്രോസസ് മോഡലാണ്. ഇപ്പോൾ നമ്മൾ വാട്ടർഫോൾ കണ്ടു, അതുപോലെയുള്ള അടുത്ത മോഡലാണ് ദ ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽ, അല്ലെങ്കിൽ നമ്മൾ ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡൽ എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ ഈ ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡലിലും അതിൽ ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർഫോൾ മോഡൽ തന്നെയാണ്. ബട്ട് ദ വാട്ടർഫോൾ മോഡൽ ഇസ് യൂസ്ഡ് ഇൻ ആൻ ഐട്രേറ്റീവ് മാനർ. ഐട്രേഷൻ എന്ന് പറയാലോ, ഐട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വീണ്ടും വീണ്ടും സെയിം തന്നെ അല്ലേ. നമ്മൾ ലൂപ്പൊക്കെ പറയുന്നില്ലേ, അത് നമ്മൾ ഐട്രേഷൻ എന്നാണ് പറയുക അല്ലേ. സോ ഹിയർ ദ വാട്ടർഫോൾ മോഡൽ ഇസ് യൂസ്ഡ് ഇൻ ആൻ ഐട്രേറ്റീവ് മാനർ. അതിനാണ് നമ്മൾ എന്ത് പറയുക? ഇൻക്രിമെൻ്റൽ മോഡൽ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ വാട്ടർഫോൾ മോഡൽ എന്താണ്? വാട്ടർഫോൾ മോഡൽ നമുക്ക് കുറേ ഫേസസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഫേസസ് ഒക്കെ സീക്വൻഷ്യൽ ആയിട്ട് 1 by 1 ആയിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. അപ്പം അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് അത് എൻഡിലെത്തും. അതിന് നമ്മൾ ഫസ്റ്റ് ഇൻക്രിമെൻ്റ് എന്ന് പറയും. നിങ്ങളിതിൽ നോക്കിയാൽ, ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും താഴെ കാണുന്നത് നമ്മൾ ഫസ്റ്റ് ഇൻക്രിമെൻറ്റിൽ എന്താണ് നമ്മുടെ വാട്ടർഫോൾ മോഡലുള്ള സാധനങ്ങൾ തന്നെ ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ചെയ്തു, പ്ലാനിങ്, മോഡലിംഗ് അല്ലേ, കൺസ്ട്രക്ഷൻ ആൻഡ് ഡിപ്ലോയ്മെൻറ്റ്, അങ്ങനെ ചെയ്ത് ആ 5 ഫേസസ് ചെയ്യും. ആ 5 ഫേസസ് കഴിയുമ്പോൾ വി ഗെറ്റ് ദി ഫസ്റ്റ് ഇൻക്രിമെൻറ്റ്. അപ്പോൾ അവിടെ നമുക്കൊരു ജസ്റ്റ്, അതായത് നമുക്ക് അറിയുന്ന ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റിനെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫേസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? നമുക്കൊരു ഇത് കിട്ടും, ഒരു ഫൈനൽ ഒരു പ്രോഡക്റ്റ് കിട്ടും. ആ പ്രോഡക്റ്റ് നമ്മൾ ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് കഴിഞ്ഞ് കിട്ടുന്ന പ്രോഡക്റ്റിനെ നമ്മൾ കോർ പ്രോഡക്റ്റ് എന്നാണ് പറയുക. ഓക്കെ. കോർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഇതിന് നമ്മുടെ ഒരു ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഇൻക്രിമെൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താണ്, നമുക്ക് ഫസ്റ്റ് തന്നെ സ്മോൾ ഇൻക്രിമെൻറ്റ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈസിയർ അല്ലേ. അപ്പോൾ എന്തുണ്ടാവുക, നമുക്ക് ഫസ്റ്റ് ഉള്ള റിക്വയർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ വാട്ടർഫോളിൻ്റെ ഓരോ ഫേസസ് ഒക്കെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഒക്കെ ചെയ്ത് നമുക്കൊരു ഇൻക്രിമെൻറ്റ് കിട്ടും, ഒരു പ്രൊഡക്റ്റ് കിട്ടും. എന്നിട്ട് ആ പ്രോഡക്റ്റിൻ്റെ മുകളിൽ വേറെ ആ പ്രോഡക്റ്റ് അനലൈസ് ചെയ്യും. ആ പ്രോഡക്റ്റിന് പിന്നെ എന്തൊക്കെ ഫങ്ഷണാലിറ്റീസും കാര്യങ്ങളാണ് വേണ്ടത് നോക്കും. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ്, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ സെയിം ഫേസസ്, നമ്മളെ വാട്ടർഫോൾ മോഡലിൽ വരുന്ന സെയിം ഫേസസ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ആദ്യം മുതൽക്ക് ഒന്നും കൂടി ചെയ്യും. അതായത് കമ്മ്യൂണിക്കേഷനും പ്ലാനിങ് അങ്ങനെ 1 by 1 ആയിട്ട് അതിൻ്റെ മുകളിൽ ചെയ്യും. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇൻക്രിമെൻറ്റ് കിട്ടും. അതായത് ബെറ്റർ ദാൻ ദി ഫസ്റ്റ് വൺ. നമ്മൾ കോർ പ്രോഡക്റ്റ് കിട്ടിയതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻക്രിമെൻ്റ് ആയിരിക്കും നമ്മുടെ സെക്കൻഡ് ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞത്. കാരണം നമുക്ക് ഓൾറെഡി കിട്ടിയതിന് മുകളിൽ വീണ്ടും നമ്മൾ റിക്വയർമെൻറ്റ് അപ്ലൈ ചെയ്ത് കിട്ടുന്നതാണല്ലോ അല്ലേ. സോ നമ്മൾ സെക്കൻഡ് ഇൻക്രിമെൻറ്റ് കിട്ടും. ആൻഡ് വീണ്ടും നമ്മളെന്താ സെയിം പ്രോസസ്സ് ചെയ്യും അൺടിൽ അല്ലെങ്കിൽ വി കണ്ടിന്യൂ ദ പ്രോസസ് അൺടിൽ വി ഗെറ്റ് ദി ഫൈനൽ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ്. അപ്പം നമ്മൾ യൂസറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നത് വരെ ഇതേ സംഭവങ്ങൾ കണ്ടിന്യൂ ഐട്രേറ്റീവ് മാനറിൽ, അല്ലെങ്കിൽ ഈ വാട്ടർഫോളിൻ്റെ ഫേസസ് ദേ ആർ ഡൺ ഇൻ ദി ഐട്രേറ്റീവ് മോഡൽ. ഐട്രേറ്റീവ് മോഡൽ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടണം, നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടണം. അപ്പോൾ അതുവരെ നമ്മളതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വെക്കും. ഓക്കെ.
And this approach it is useful as it simplifies the software development process. അപ്പം ഇത് ഒരു ഈസിയർ ഒരു അപ്രോച്ചാണ്, കാരണം ഇത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിനെ ഒരു സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ മോഡൽ. ബിക്കോസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്മോൾ ഇൻക്രിമെൻറ്റ്സ് ഇസ് ഈസിയർ ദാൻ ഇംപ്ലിമെൻറ്റിങ് ദി എൻറ്റയർ സിസ്റ്റം. ആദ്യം തന്നെ ഫുൾ സിസ്റ്റത്തിനെ നമ്മൾ ഇതാക്കുന്നതിന് പകരം സ്മോൾ ഇൻക്രിമെൻറ്റ്സ് ആയിട്ടാണ് ചെയ്യുന്നത് അല്ലേ. ആദ്യം നമ്മളൊരു കോർ പ്രോഡക്റ്റ് ഉണ്ടാക്കി, അതിൻ്റെ മുകളിൽ കുറച്ച് കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് അടുത്ത ഇൻക്രിമെൻറ്റ് അങ്ങനെ 1 by 1 ആയിട്ടല്ലേ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് മച്ച് ഈസിയർ കേട്ടോ. ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസിയർ ആയിട്ടുള്ളൊരു മോഡലാണ്. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഫേസിൽ കിട്ടുന്ന ആ ഒരു പ്രോഡക്റ്റിൻ്റെ മുകളിൽ റിസൾട്ട് കിട്ടുമല്ലോ അല്ലേ. ഫസ്റ്റ് ഫേസ് എന്നല്ല പറയുന്നത്, എല്ലാ ഫേസസിനും കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ടാവുമല്ലോ, അതിൻ്റെ മുകളിൽ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് ഉണ്ടാക്കുന്നത്. ഐ മീൻ നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി ഇൻക്രിമെൻ്റൽ മോഡൽ. ഓക്കെ അപ്പോൾ നമ്മൾ 2 മോഡൽസ് കണ്ടു അല്ലേ. വാട്ടർഫോൾ മോഡലും കണ്ടു, അതുപോലെ തന്നെ ഇൻക്രിമെൻ്റൽ മോഡലും കണ്ടു. നെക്സ്റ്റ് ഒരു മോഡൽ പ്രിസ്ക്രിപ്റ്റീവ് മോഡലിൽ വരുന്നതാണ് എവല്യൂഷണറി മോഡൽസ്. ഈ എവല്യൂഷണറി മോഡൽസിൽ തന്നെ കുറേ എണ്ണം വരുന്നുണ്ട്. എവല്യൂഷണറി മോഡൽസിൽ വരുന്നതാണ് പ്രോട്ടോടൈപ്പിംഗ് മോഡലുണ്ട്, അതുപോലെ തന്നെ സ്പൈറൽ മോഡലുണ്ട്, അതുപോലെ തന്നെ കൺകറൻറ്റ് മോഡലുണ്ട്. 3 എണ്ണമാണ് ഈ എവല്യൂഷണറിയിൽ വരുന്നത്. ഓക്കെ, എവല്യൂഷണറീൻ്റെ കാറ്റഗറിയിൽ വരുന്ന 3 ഡിഫറെൻറ്റ് മോഡൽസാണ് കേട്ടോ. നമ്മൾ പറയാം പ്രോട്ടോടൈപ്പിംഗ്, സ്പൈറൽ മോഡൽ ആൻഡ് ദി കൺകറൻറ്റ് മോഡൽ. ഇപ്പോൾ പ്രോട്ടോടൈപ്പിംഗ് മോഡലിൽ എന്താണെന്ന് നോക്കാം. ഈ പ്രോട്ടോടൈപ്പിംഗ് മോഡലിലെ ഇത് നിങ്ങൾ ആ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ ഏകദേശം സ്റ്റെപ്സൊക്കെ എല്ലാത്തിലും ഏകദേശം സെയിം ആണ്. നോക്കൂ, ഫസ്റ്റ് വൺ വി സ്റ്റാർട്ട് വിത്ത് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് ദ ക്വിക്ക് പ്ലാൻ, ദെൻ മോഡലിംഗ്, ക്വിക്ക് ഡിസൈൻ, കൺസ്ട്രക്ഷൻ ഓഫ് പ്രോട്ടോടൈപ്പ്, ഡെപ്ലോയ്മെൻറ്റ്, ഡെലിവറി ആൻഡ് ഫീഡ്ബാക്ക്. വീണ്ടും എങ്ങോട്ടേക്കിനെ പോകണേ, വീണ്ടും കമ്മ്യൂണിക്കേഷൻ. അതിങ്ങനെ എവല്യൂഷണറി 1 by 1 ആയിട്ട് എവല്യൂഷണറി മോഡൽ എന്താണ്, വീണ്ടും ഒരേ സംഭവം തന്നെ നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതേ ഫേസസ് നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു സിസ്റ്റത്തിലേക്ക് എത്തുകയാണ് ചെയ്യുക. ഓക്കെ, ആൻഡ് നമ്മൾ ഈ എവല്യൂഷണറി മോഡലിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ നോക്കുന്നത് അല്ലേ, പ്രോട്ടോടൈപ്പിംഗ് മോഡൽ. എവല്യൂഷണറിലെല്ലാം ഓൾമോസ്റ്റ് ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും കേട്ടോ. ഈ നമ്മുടെ ഫേസസ് അത് റിപ്പീറ്റഡ്ലി ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പോൾ നമുക്കിവിടെ പ്രോട്ടോടൈപ്പിംഗ് മോഡലിനെ കുറിച്ച് നോക്കാം. ആൻഡ് പ്രോട്ടോടൈപ്പിംഗ് മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്ലൈഡ് വെൻ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ related to input or output requirement of the system is not available. നമുക്കൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം, പക്ഷെ അതിനെക്കുറിച്ച് അതിൻ്റെ ഇൻപുട്ടിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരണം എന്നുള്ള ഡീറ്റെയിൽസോ ഒന്നും ക്ലിയർ അല്ല, അതൊന്നും വ്യക്തമായിട്ട് യൂസേഴ്സിന് അറിയില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പ്രോട്ടോടൈപ്പിംഗ് മോഡൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊരു അസംഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മോഡൽ അസംഷൻ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട സോഫ്റ്റ്വെയർസ്. നമുക്കിങ്ങനെ കറക്റ്റായിട്ടൊന്നും അറിയില്ലല്ലോ, റിക്വയർമെൻറ്റ്സ് ഒന്നും ക്ലിയർ അല്ല. അപ്പം അങ്ങനെയുള്ള അസംഷൻസ് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് എന്ത്, പ്രോട്ടോടൈപ്പിംഗ് മോഡൽ. Okay, and in this model it is assumed that all the requirements may not be known at the beginning of the development process. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാ റിക്വയർമെൻറ്റ്സും അറിയണമെന്നില്ല അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻപുട്ട് ക്ലിയർ ആയിരിക്കണം എന്നില്ല, ഔട്ട്പുട്ട് ക്ലിയർ, അങ്ങനത്തെ കേസുകളിലാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോട്ടോടൈപ്പിംഗ് മോഡൽസ് ഒക്കെ യൂസ് ചെയ്യാം ഇഫ് ദി റിക്വയർമെൻറ്റ്സ് ഇസ് നോട്ട് ക്ലിയർ അറ്റ് ദി ബിഗിനിങ്. ഓക്കെ, ദെൻ ആൻഡ് ദിസ് മോഡൽ ഈ ഒരു പ്രോട്ടോടൈപ്പിംഗ് മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോർമലി യൂസ് ഫോർ ഒരു കാറ്റഗറി പറഞ്ഞാൽ ലാർജ് ആൻഡ് കോംപ്ലക്സ് സിസ്റ്റം. നമുക്കിപ്പോൾ വലിയ ഒരു ലാർജ് കോംപ്ലക്സ് സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ പ്രോട്ടോടൈപ്പിംഗ് മോഡലാണ് യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഫുൾ മറ്റേ സ്റ്റെപ്സൊക്കെ വെച്ച് ചെയ്തിട്ട് കഴിയുമ്പം ഫൈനലി നമുക്കതിന് അത് ശരിയല്ല, അത് എന്താണെന്ന് പറയുമ്പോൾ നമുക്കത് മൊത്തമായിട്ടത് ത്രൂ ഔട്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ കോംപ്ലക്സ് സിസ്റ്റംസ്, ലാർജ് സിസ്റ്റം ഒക്കെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെങ്കിൽ അവിടെയൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുക, ഈ ഒരു പ്രോട്ടോടൈപ്പിംഗ് മോഡലാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല, നമ്മൾ പുതിയ ഒരു ടൈപ്പ് ഇതുവരെ ഇല്ലാത്ത ഒരു ന്യൂ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക.
അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? പ്രോട്ടോടൈപ്പിംഗ് മോഡലായിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പ്രോട്ടോടൈപ്പിംഗ് മോഡൽ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന 2 കേസുകളിലാണ്. ഇഫ് ദ സിസ്റ്റം ഡസ് നോട്ട് എക്സിസ്റ്റ്, അല്ലെങ്കിൽ ഇഫ് എ സിമിലർ സിസ്റ്റം എന്നല്ല, ഇഫ് എ സിമിലർ സിസ്റ്റം ഡസ് നോട്ട് എക്സിസ്റ്റ്, ഓർ ഇഫ് ദ സിസ്റ്റം ഈസ് വെരി കോംപ്ലക്സ് ആൻഡ് ലാർജ്. അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ നോർമലി എന്ത് യൂസ് ചെയ്യുന്നത്? പ്രോട്ടോടൈപ്പിംഗ് മോഡൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഈ ഒരു മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മോഡലിൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് ഈ ഒരു ഫേസസ് എക്സിക്യൂട്ട് ചെയ്യുമ്പം വി ഗെറ്റ് എ വർക്കിംഗ് മോഡൽ ഓഫ് ദി സിസ്റ്റം. ഒറിജിനൽ സിസ്റ്റം ആയിരിക്കില്ല, ബട്ട് വി ഗെറ്റ് ദി വർക്കിംഗ് മോഡൽ ഓഫ് ദി സിസ്റ്റം. ഫസ്റ്റ് ഈ ഒരു ഫേസസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്ത് കിട്ടും? നിങ്ങളത് ടേംസ് നോക്കിയാൽ മനസ്സിലാവും. ക്വിക്ക് പ്ലാൻ, അല്ലേ, ക്വിക്ക് ഡിസൈൻ എല്ലാം പെട്ടെന്ന് നമുക്ക് കിട്ടിയ സാധനം വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യുക. ഫുൾ കംപ്ലീറ്റ് ആവാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ വാട്ടർഫോളിലൊക്കെ എന്താണ്, കമ്മ്യൂണിക്കേഷൻ പക്കാ പെർഫെക്റ്റ് ആയിട്ടാണ് മാത്രമേ നമ്മൾ എങ്ങോട്ട് പോകുന്നുള്ളൂ? അടുത്ത ഫേസിലേക്ക് പോകുന്നുള്ളൂ, അല്ലേ? പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കിട്ടിയത് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുകയാണ് ചെയ്യുക. സോ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദി ഫസ്റ്റ് സെറ്റ് ഓഫ് all the phases we get a working model of the system. അത് നമ്മൾ പ്രോട്ടോടൈപ്പ് എന്നാണ് പറയുക. നമുക്ക് പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർക്കിംഗ് മോഡൽ, അതാണ് അതിൻ്റെ മീനിങ്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഫേസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഒരു വർക്കിംഗ് മോഡൽ, ആ സിസ്റ്റത്തിൻ്റെ ഒരു വർക്കിംഗ് മോഡൽ കിട്ടും. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ദി പ്രോട്ടോടൈപ്പ്. ആൻഡ് യൂസർക്ക് എന്താ ഫീൽ ചെയ്യുക? ആസ് ഇഫ് ഇറ്റ് ഈസ് ദി സിസ്റ്റം. നമ്മൾ ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന രീതി, നമുക്കൊരു കൺസെപ്റ്റ് അല്ല, ഒരു സംഭവം മീൻസ് ഒരു തന്നെ കിട്ടുന്നത്, അല്ലെ, ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അല്ലാണ്ട് വെറും പേപ്പറിലോ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റോ ഒന്നുമല്ല, നമുക്കൊരു മോഡൽ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു സിസ്റ്റം കിട്ടിയ ഒരു ഫീലായിരിക്കും ആർക്ക് ഉണ്ടാവുക? യൂസർക്ക് ഉണ്ടാവുക. എന്നിട്ട് ആ ഒരു പ്രോട്ടോടൈപ്പിൻ്റെ മുകളിലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് പുതിയതായിട്ട് വേണം എന്നൊക്കെ കണ്ടുപിടിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യും? അടുത്ത സ്റ്റേജിലേക്ക് പോകും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ യൂസർ ആ പ്രോട്ടോടൈപ്പ് യൂസ് ചെയ്യുമ്പം യൂസർക്ക് അറിയാൻ പറ്റും, അല്ലേ, മറ്റേ വെദർ ഹീ സാറ്റിസ്ഫൈഡ് ഓർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ സിസ്റ്റം. അയാൾക്ക് ആ സിസ്റ്റം ഓക്കെ ആണോ, അല്ലെങ്കിൽ അയാൾ വിചാരിച്ച റിക്വയർമെൻറ്റ്സ് ഒക്കെ അതിലില്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇഫ് ദ യൂസർ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദി സിസ്റ്റം, എന്താ ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ ബി ത്രോൺ ഔട്ട്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡിസ്കാർഡഡ്. കാരണം എന്താണ്? നമ്മൾ അതിൽ ഭയങ്കര എക്സ്പെൻസ് ഒന്നും വരാണ്ട് കുറച്ച് ഇത് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്, അല്ലേ? സോ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫില്ലിങ്, അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് filling the requirements of the system, it can be discarded. ആ പ്രോട്ടോടൈപ്പിന് എന്ത് ചെയ്യുക? ഡിസ്കാർഡ് ചെയ്യുക. ആൻഡ് വി ക്യാൻ സ്റ്റാർട്ട് ദി ന്യൂ സിസ്റ്റം. പുതിയൊരു സിസ്റ്റം നമുക്ക് വീണ്ടും ഡെവലപ്പ് ചെയ്ത് തുടങ്ങാം. അതല്ല, വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ റിക്വയർമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ആ റിക്വയർമെൻറ്റ്സിൻ്റെ മുകളിൽ അഡീഷണൽ റിക്വയർമെൻറ്റ്സ് വേണമെങ്കിൽ അതൊക്കെ യൂസറായെന്ന് പറയും. എന്നിട്ട് നമ്മൾ വീണ്ടും എന്താ ചെയ്യുക? വീണ്ടും ഈ പ്രോസസ്സുകളൊക്കെ ചെയ്തിട്ട് ഒരു പുതിയൊരു സിസ്റ്റമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. സിസ്റ്റമായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ പ്രിസ്ക്രിപ്റ്റീവ് മോഡലാണ് എന്ത്? പ്രോട്ടോടൈപ്പിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ.